السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. इस आयत का तर्जुमा यह है कि और बात के ഈ ആയത്തിന്റെ തർജ്ജമ ഇപ്രകാരമാണ്: അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ഞാൻ അനുസരണമുള്ളവരിൽ പെട്ടവൻ തന്നെയാണെന്ന് പറയുകയും ചെയ്യുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നവനായി മറ്റാരുണ്ട്? ഈ ആയത്ത് ഒരു പരിപൂർണ ഉദാഹരണമാണ്. ആ എല്ലാ പ്രത്യേകതകളും വലയം ചെയ്യുന്നതാണ്. ഏതൊന്നാണോ ഒരു വിശ്വാസിയുടെ പ്രത്യേകതയായിരിക്കേണ്ടത്. ഒരു യഥാർത്ഥ മുസ്ലിമിനേക്കാൾ കൂടുതലായി ഈ കാര്യങ്ങൾ ചെയ്യുന്ന മറ്റാരാണുള്ളത്? അള്ളാഹു ഈ മൂന്ന് കാര്യങ്ങൾ, ഈ മൂന്ന് പ്രത്യേകതകൾ വിവരിച്ചിരിക്കുന്നത്, അഥവാ ഇത് ആരിലെങ്കിലും ഉണ്ട് എങ്കിൽ അയാളുടെ ജീവിതത്തിൽ ഒരു വിപ്ലവം ഉണ്ടാകുന്നതായിരിക്കും. കേവലം തന്റെ ജീവിതത്തിൽ വിപ്ലവം ഉണ്ടാകും എന്ന് മാത്രമല്ല, മറിച്ച് സമൂഹത്തിലും വിപ്ലവം ഉണ്ടാക്കുന്ന ആളായി ആ വ്യക്തി മാറും. ഈ മൂന്ന് കാര്യങ്ങളാണ്, അതായത് ദഅവത്തെ ഇലല്ലാഹ് ചെയ്യുക, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക, അനുസരണത്തിന്റെ മാതൃക കാണിച്ചുകൊണ്ട് ഈ പ്രഖ്യാപനം നടത്തുക: ഞാൻ അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും എല്ലാ കൽപ്പനകളും അനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ്, അല്ലെങ്കിൽ പ്രവർത്തിക്കാനായി കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുന്ന ആളാണ്. ഈ കാര്യങ്ങൾ അത്തരത്തിലുള്ളതാണ്. അതിൽ ഒന്നാമത്തെ കാര്യം ദീനി അറിവ് കരസ്ഥമാക്കുന്നതിലേക്കും അത് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നതുമായി ഒരു വിശ്വാസിയെ മാറ്റുന്നു. ഇപ്രകാരം പഠിപ്പിക്കുന്നു: ലോകത്തിന് പറഞ്ഞു കൊടുക്കുക അള്ളാഹുവിനോടുള്ള കടമ എന്താണ്, നിങ്ങൾക്ക് അതെപ്രകാരമാണ് നിറവേറ്റാൻ സാധിക്കുക. ഇത് പറഞ്ഞു തരുന്നു. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക അള്ളാഹു നിങ്ങളിൽ പരസ്പരമുള്ള എന്തെല്ലാം കടമകളാണ് വെച്ചിട്ടുള്ളത്, നിങ്ങൾ അത് ഏതു വിധത്തിലാണ് നിറവേറ്റേണ്ടത്. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിലേക്ക് ശ്രദ്ധ ഉണ്ടാകുക അപ്പോഴായിരിക്കും എപ്പോഴാണോ മറ്റുള്ളവർക്കായി
ഹൃദയത്തിൽ ഒരു വേദന ഉണ്ടാകുന്നത്. അവരെ ശൈത്താന്റെ പിടുത്തത്തിൽ നിന്നും വലയം ചെയ്യലിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി ഒരു വ്യാകുലതയും ശ്രദ്ധയും ഉണ്ടാകുന്നത്. ഇബാദുർ റഹ്മാന്റെ സംഘത്തെ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഒരു വേദന ഉണ്ടാകുന്നത്. ആരിലാണോ ഈ പ്രത്യേകതകൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സാമീപ്യത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ ഒരു വികാരവും താൽപര്യവും ഉണ്ടാകുന്നത്, പ്രത്യേകിച്ച് അത്തരം അവസ്ഥയിൽ ശൈത്താന്റെ തന്ത്രങ്ങൾ അള്ളാഹുവിൽ നിന്ന് ദൂരപ്പെടുത്തുന്നതിനായി വിവിധ താൽപര്യങ്ങളുടെ വസ്തുക്കൾ അതിന്റെ പാരമ്യതയിൽ എത്തിയിരിക്കുമ്പോൾ, അത്തരം അവസ്ഥയിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന വ്യക്തി അവന്റെ സാമീപ്യം അന്വേഷിക്കുന്ന വ്യക്തിക്ക് മാത്രമേ പരിശ്രമവും അധ്വാനവും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു പ്രത്യേകത ഇതാണ്, പറഞ്ഞു സൽക്കർമ്മം അനുഷ്ഠിക്കുക. അതായത് അള്ളാഹുവിന്റെയും അവന്റെ സൃഷ്ടികളുടെയും കടമകൾ നിറവേറ്റുന്ന കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുക എന്ന് മാത്രമല്ല, മറിച്ച് സ്വയം ഒരു മാതൃകയായിക്കൊണ്ട് തങ്ങളുടെ മാതൃക മറ്റുള്ളവർക്കായി സ്ഥാപിച്ചു കാണിക്കുക. അതല്ല എങ്കിൽ നിങ്ങളുടെ ദീനീ അറിവും നിഷ്പ്രയോജനം ആണ്. അള്ളാഹുവിലേക്ക് വിളിക്കുക എന്ന പ്രവൃത്തിയും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും നല്ല ഫലങ്ങളും ശൂന്യമായതായിത്തീരും. ഈ അവസ്ഥയാണ് എങ്കിൽ ദഅവത്തെ ഇലല്ലാഹയുടെ എല്ലാ ശ്രമങ്ങളും പിന്നീട് നിഷ്പ്രയോജനമായിത്തീരും. അള്ളാഹുവിന്റെ പ്രീതിയും ലഭിക്കുകയില്ല. പിന്നീട് മൂന്നാമത്തെ പ്രത്യേകതയായി ഇതാണ് വിവരിച്ചിരിക്കുന്നത്, യഥാർത്ഥ മുഅ്മിൻ ഈ ഒരു പ്രഖ്യാപനം നടത്തുന്നു, ഞാൻ പരിപൂർണ അനുസാരികളിൽപ്പെട്ടവനാണ്. അതായത് അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പനകളിൽ പരിപൂർണമായും ഞാൻ വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല, മറിച്ച് അതിനെ തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയിരിക്കുന്നു. ഞാൻ ദീനിന് ദുനിയാവിനേക്കാൾ മുൻഗണന നൽകുന്ന ആളാണ്, നൽകിക്കൊണ്ടിരിക്കും. അനുസരണത്തിൽ കാലത്തിന്റെ ഖലീഫ, ജമാഅത്ത് വ്യവസ്ഥിതിയുടെ അനുസരണവും ഉൾപ്പെടുന്നു. ഇങ്ങനെ പറയുന്നത്, ഞങ്ങൾ വളരെയധികം തബ്ലീഗ് ചെയ്യുന്നു, എനിക്ക് വളരെയധികം അറിവുണ്ട്, എനിക്കൊരു വ്യവസ്ഥിതിയുടെയും ആവശ്യമില്ല, ഈ രീതി അള്ളാഹുവിന് ഇഷ്ടമല്ല. ഈ കാലഘട്ടത്തിൽ അള്ളാഹു ഒരു ജമാഅത്ത് രൂപീകരിക്കാൻ ഉദ്ദേശിച്ചു. അവൻ അത് രൂപീകരിക്കുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് നിൽക്കേണ്ടത് അനിവാര്യമാണ്. അള്ളാഹു പറയുന്നു, നിശ്ചയമായും ദഅവത്തെ ഇലല്ലാഹ് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. എന്നാൽ ഈ പ്രഖ്യാപനവും അനിവാര്യമാണ്. ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ അനുസരണത്തിന്റെ ഉന്നത നിലവാരം സ്ഥാപിച്ചുകൊണ്ട് അനുസരണത്തിന്റെ പ്രഖ്യാപനവും നടത്തുന്നു. അതുപോലെ തന്നെ അമലെ സ്വാലിഹ്, സൽക്കർമ്മം, തഖ്വയുടെ നിലവാരം, അതും അപ്പോഴായിരിക്കും കരസ്ഥമാക്കാൻ സാധിക്കുക എപ്പോഴാണോ അനുസരണത്തിന്റെ നിലവാരം ഉന്നതമായി തീരുന്നത്. ചില സമയത്ത് പ്രത്യക്ഷത്തിൽ നല്ല ആളുകൾ ദീനീ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ, അവരുടെ പര്യവസാനം നല്ലതായി തോന്നുകയില്ല. അള്ളാഹു പറയുന്നു, ഒരു വിശ്വാസിയുടെ ഉന്നതമായ നിലയിൽ സംസാരിക്കുന്ന വ്യക്തിയുടെ, ഉന്നത മാതൃക കാണിക്കുന്ന വ്യക്തിയുടെ നിലവാരം അപ്പോഴാണ് കരസ്ഥമാക്കാൻ സാധിക്കുക
ഫലപ്രദമായി തീരുക എപ്പോഴാണോ അവർ ഈ പ്രഖ്യാപനം കൂടി നടത്തുന്നത്, ഞാൻ അനുസരണമുള്ളവനിൽപ്പെട്ടവനാണ്, ഞാൻ അള്ളാഹുവിനാൽ സ്ഥാപിച്ചിരിക്കുന്ന വ്യവസ്ഥിതിയെ പൂർണ്ണമായ നിലയിൽ അനുസരിക്കുന്നു. നാം അഹമ്മദികളെ സംബന്ധിച്ചിടത്തോളം ഈ നിലവാരം അപ്പോഴാണ് സ്ഥാപിതമാവുക, അതായത് പരിപൂർണ അനുസരണത്തിന്റെ നിലവാരം. നമ്മുടെ തബ്ലീഗ് അപ്പോഴാണ് വിജയിക്കുക, നമ്മുടെ നന്മകൾ അപ്പോഴാണ് അമലെ സാലിഹ എന്ന് പറയപ്പെടുക, എപ്പോഴാണോ നാം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം ഖിലാഫത്ത് വ്യവസ്ഥിതിയെയും പരിപൂർണമായ നിലയിൽ അനുസരിക്കുന്നവരായി തീരുന്നത്. ഖിലാഫത്തിന് കീഴിലുള്ള വ്യവസ്ഥിതിയെയും സഹായിക്കുന്നവരായി മാറുന്നത്. നമ്മുടെ വ്യക്തിപരവും സമൂഹപരവുമായ പരിശ്രമങ്ങളിൽ ബർക്കത്ത് അപ്പോഴായിരിക്കും ഉണ്ടാവുക എപ്പോഴാണോ ജമാഅത്തിലെ ഓരോ വ്യക്തിയും, ഓരോ ഭാരവാഹിയും, ഓരോ ഉദ്യോഗസ്ഥനും, ഓരോ മുറബ്ബിയും നിസാമിനെ മനസ്സിലാക്കുകയും പരസ്പരം കടമകൾ നിറവേറ്റുന്നവരായി തീരുകയും ചെയ്യുന്നത്. ഇതിൽ ഒരു സംശയവും ഇല്ല. അള്ളാഹു തന്റെ വാഗ്ദാനം അനുസരിച്ചുകൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം അനുസരിച്ചുകൊണ്ട് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയച്ചപ്പോൾ ആ വാഗ്ദാനം അനുസരിച്ചുകൊണ്ടാണ് അയച്ചിട്ടുള്ളത്. ഏതൊരു പ്രവൃത്തിയുടെ പൂർത്തീകരണമാണോ അങ്ങയെ ഏൽപ്പിച്ചിരിക്കുന്നത്, അത് ഇൻഷാ അല്ലാഹു തആല പൂർത്തിയാവുക തന്നെ ചെയ്യും. കുറച്ച് അങ്ങയുടെ ജീവിതകാലത്ത് പൂർത്തിയായി, കുറച്ച് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതകാലത്തിന് ശേഷം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു, ഇപ്പോഴും പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അങ്ങ് മുഖേന ഇസ്ലാമിന്റെ സന്ദേശം ലോകത്തിന്റെ കോണുകളോളം എത്തിക്കൊണ്ടിരിക്കുന്നു. മെല്ലെ മെല്ലെ ശുദ്ധഹൃദയരായവർ അഹ്മദിയത്ത് അഥവാ ഇസ്ലാമിന്റെ മടിത്തട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹു തന്റെ പ്രവാചകന്മാരെ ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണോ അയക്കുന്നത് അതിനെ പൂർത്തിയാക്കുന്നു. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, കതബല്ലാഹു ലഅഗ്ലിബന്ന അന വറുസുലി. അള്ളാഹു വിധിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഞാനും എന്റെ റസൂലും വിജയിക്കുക തന്നെ ചെയ്യും. അള്ളാഹു ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനും ഈ ഇൽഹാം പലതവണ അറിയിച്ചു. അങ്ങേക്കും ഈ ഇൽഹാം പലതവണ ഉണ്ടായി. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, ഇത് അള്ളാഹുവിന്റെ സുന്നത്താണ്. അവൻ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ച കാലം മുതൽ എപ്പോഴും ഈ സുന്നത്ത് തുടർന്നിട്ടുണ്ട്. അവൻ തന്റെ നബിമാരെയും റസൂൽമാരെയും സഹായിക്കുന്നു, അവർക്ക് വിജയം നൽകുന്നു. ഏതുപോലെ അവൻ പറയുന്നു, കതബല്ലാഹു ലഅഗ്ലിബന്ന അന വറുസുലി. വിജയം കൊണ്ടുള്ള ഉദ്ദേശം ഇതാണ്. ഏതുപോലെ റസൂൽമാരുടെയും നബിമാരുടെയും ഉദ്ദേശം ഇതായിരിക്കും, അള്ളാഹുവിന്റെ ഹുജ്ജത്ത് ഭൂമിയിൽ പൂർത്തിയാക്കുക, അവനെ ആർക്കും നേരിടാൻ സാധിക്കാതിരിക്കുക. അതുപോലെ അള്ളാഹു ശക്തമായ അടയാളങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ സത്യതയെ വെളിപ്പെടുത്തുന്നു. ഏതൊരു സന്മാർഗത്തെയാണോ അവൻ ലോകത്ത് പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ബീജാവാപം അവരുടെ കൈകളാൽ ചെയ്യുന്നു. വീണ്ടും അവിടുന്ന് പറയുകയാണ്, അള്ളാഹു ആരംഭകാലം മുതൽ തന്നെ വിധിച്ചിട്ടുണ്ട്, തന്റെ നിയമവും സുന്നത്തുമായി നിശ്ചയിച്ചിരിക്കുന്നു. അവനും അവന്റെ റസൂലും എല്ലായ്പ്പോഴും വിജയിക്കുക തന്നെ ചെയ്യും. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു തന്നെക്കുറിച്ച്, അതുകൊണ്ട് ഞാൻ അവന്റെ റസൂൽ അഥവാ നിയോഗിതനാണ്. എന്നാൽ ഏതെങ്കിലും പുതിയ ശരീഅത്തില്ലാതെ, പുതിയ വാദം ഇല്ലാതെ, പുതിയ പേരില്ലാതെ,
മറിച്ച് അതേ നബി കരീം ഖാതമുൽ അംബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് നേടിക്കൊണ്ട് അദ്ദേഹത്തിൽ ആയിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതിബിംബം ആയിക്കൊണ്ട് വന്നിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഏതുപോലെ പുരാതന കാലം മുതൽ, അതായത് ആദമിന്റെ കാലം മുതൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം വരെ ഈ ആയത്തിന്റെ അർത്ഥം സത്യമായി പുലർന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എന്റെ കാര്യത്തിലും ഇത് സത്യമായി പുലരും. ഏതൊരു ചെടിയാണോ അള്ളാഹു ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന ലോകത്തിലെ എല്ലാ കോണുകളിലും വെച്ചുപിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇറങ്ങിയ ശരീഅത്തിന്റെ ചെടിയാണ്. അതിന്റെ പ്രചാരണ പൂർത്തീകരണം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ വിധിക്കപ്പെട്ടതാണ്. ഏതുപോലെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞുവോ, ഏതൊരു സന്മാർഗത്തെയാണോ അള്ളാഹു ലോകത്ത് പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അതിന്റെ ബീജാവാപം തന്റെ റസൂൽമാരുടെ കൈകളാൽ നടത്തപ്പെടുന്നു. ഈ ഇസ്ലാമിന്റെ പ്രചാരണ പൂർത്തീകരണത്തിന്റെ വിത്ത് അള്ളാഹു ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന നടപ്പെടുകയുണ്ടായി. എന്നല്ല, ഈ വിത്തിന്റെ ചില സ്ഥലങ്ങളിൽ പച്ചളിപ്പുള്ള വിളവും അങ്ങേക്ക് കാണിച്ചു കൊടുക്കുകയുണ്ടായി. പിന്നീട് ഖിലാഫത്ത് വ്യവസ്ഥിതി മുഖേന അങ്ങയാൽ നടപ്പെട്ട വിത്തിന്റെ ചെടി ലോകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അഥവാ ആ വിത്ത് ഏതൊന്നാണോ അങ്ങയുടെ കൈകൾ കൊണ്ട് അള്ളാഹു നട്ടത്, അതിന്റെ ചെടി ലോകത്തിലെ മറ്റു രാജ്യങ്ങളിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഏതുപോലെ ചെടികളുടെ നഴ്സറി തയ്യാറാക്കി കൃഷിക്കാർക്കറിയാം, ഇവിടെയും കൃഷിയുടെ വലിയ രീതിയുണ്ട്. ചെടികളുടെ നഴ്സറി തയ്യാറാക്കി പിന്നീട് ആ ചെടികളെ എവിടെയും കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്, അവിടെ കൊണ്ടുപോയി നടാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അങ്ങയുടെ വിശുദ്ധ ഖുർആന്റെ അറിവും വിജ്ഞാനത്തിന്റെയും തഫ്സീറിന്റെയും നഴ്സറിയും ഇസ്ലാമിന്റെ സന്ദേശവും ഏതുപോലെ അവിടുന്ന് നമുക്ക് പറഞ്ഞു തന്നുവോ, വിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തിൽ ഏതുപോലെ വ്യക്തമായി മനസ്സിലാക്കി തന്നുവോ, ലോകത്തിലെ കോണുകളോളം വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ലോകം ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതിൽ യാതൊരു സംശയവുമില്ല. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന ഇസ്ലാമിന്റെ മനോഹരമായ സന്ദേശം ലോകത്ത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെക്കുറിച്ച് അങ്ങേക്ക് അള്ളാഹു പല ഇൽഹാമുകൾ മുഖേന സന്തോഷവാർത്തയും നൽകിയിട്ടുണ്ട്. ഒന്ന്, കതബല്ലാഹു ലഅഗ്ലിബന്ന എന്നതിനെക്കുറിച്ച് പരാമർശിച്ചു കഴിഞ്ഞു. ഇതുകൂടാതെയും അനേകം ഇൽഹാമുകളുണ്ട്. ഉദാഹരണമായി ഏതാനും ചിലത് ഞാൻ വിവരിക്കാം. പറയുന്നു, യൻസുറുക്കുമുല്ലാഹു ഫീ ദീനിഹി, അള്ളാഹു തന്റെ ദീനിന്റെ കാര്യത്തിൽ നിന്നെ സഹായിക്കുന്നതായിരിക്കും. അതായത് ഏതൊരു പ്രവൃത്തിയാണോ താങ്കൾ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അത് അള്ളാഹുവിന്റെ ദീനാണ്, അത് ഇസ്ലാമാണ്. മറ്റൊരു ഇൽഹാം ആണ് യൻസുറുക്കല്ലാഹു മിൻ ഇൻദിഹി, അള്ളാഹു തന്റെ ഭാഗത്ത് നിന്ന് നിന്നെ സഹായിക്കും. മറ്റൊരു ഇൽഹാമാണ്, വളരെ പ്രസിദ്ധവുമാണ്, എല്ലാവരും പറയാറും ഉണ്ട്. അല്ല, അതിനു മുമ്പ് മറ്റൊരു ഇൽഹാം ഞാൻ പറയാം. ആ ഇൽഹാമാണ്, ഞാൻ നിനക്ക് ഭൂമിയുടെ കോണുകളോളം ആദരവോടുകൂടി പ്രസിദ്ധി നൽകും. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആദരവ് നിലനിൽക്കും. ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കുന്നത് കൊണ്ട് സ്ഥാപിതമാകും, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് സ്ഥാപിതമാകും. വീണ്ടും പറയുന്നു, ഈ ഇൽഹാമിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഞാൻ നിന്റെ സന്ദേശത്തെ ഭൂമിയുടെ കോണുകളോളം എത്തിക്കുന്നതായിരിക്കും. എല്ലാവർക്കും അറിയാം, എല്ലാവരും പറയുന്നതാണ്. ഇതിൽ യാതൊരു സംശയവുമില്ല. അങ്ങയുടെ സന്ദേശം ലോകത്ത് എത്തും. ലോകം അങ്ങയെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ പ്രേമിയുടെ ഒരു ശക്തനായ യോദ്ധാവിന്റെയും രൂപത്തിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നാം കാണുന്നു,
MTA മുഖേന അള്ളാഹു ലോകത്ത് സ്വയം സന്ദേശം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ മുമ്പും പലതവണ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഭൗതികമായ പ്രാപ്തി ഒരിക്കലും തന്നെ ഈ കാര്യത്തിന് മതിയാകുന്നതായിരുന്നില്ല. അല്ല എങ്കിൽ ചുരുങ്ങിയത് ഇതുവരേക്കും ഈ കാര്യത്തിന് മതിയായതല്ല. നാം ഒരു TV ചാനൽ നടത്തുക, അതും 24 മണിക്കൂർ നടത്തുക, ലോകത്തിലെ വിവിധ ഭാഷകളിൽ പരിപാടി നടത്തുക, ലോകത്തിലെ എല്ലാ പ്രദേശങ്ങളിലും അതിന്റെ പ്രോഗ്രാം എത്തിക്കുക, ലോകത്തിലെ വിവിധ പ്രദേശങ്ങളിൽ അവിടെ എന്റെ ഖുതുബകളുടെ തർജമ എത്തിക്കൊണ്ടിരിക്കുന്നു. 6-7 ഭാഷകളിൽ കൂടെ തന്നെ തർജമ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം അള്ളാഹു ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചെയ്തിട്ടുള്ള വാഗ്ദാനങ്ങളുടെ ഫലമാണ്. പിന്നീട് ഇത് മുഖേന, അതായത് എന്റെ ഖുതുബകൾ മുഖേന, പരിപാടികൾ മുഖേന, MTA-യുടെ വിവിധ പരിപാടികൾ മുഖേന സത്പ്രകൃതക്കാരായ ആളുകൾ അഹമ്മദിയത്തിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കൊരുപാട് ആളുകൾ എഴുതുന്നു, ഏതു വിധത്തിലാണ് MTA-യിൽ താങ്കളുടെ ഖുതുബകൾ അല്ലെങ്കിൽ മറ്റു പരിപാടികൾ ഞങ്ങളിൽ സ്വാധീനം ചെലുത്തിയത്? ഞങ്ങൾ അഹമ്മദിയത്തിൽ താൽപര്യം കാണിച്ചു. അങ്ങനെ അള്ളാഹു അഹമ്മദിയത്ത് സ്വീകരിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകി. 2-3 ദിവസമായി ആളുകളുടെ ഒരു പരിപാടി വന്നിരുന്നു മുറബിയുമായി. അവിടുത്തെ ഒരു നവാഹ്മദി, അദ്ദേഹം പറഞ്ഞു, അഹമ്മദിയത്തിനെ ഞാൻ പരിചയപ്പെട്ടു, എന്നാൽ ഞാൻ ബൈഅത്ത് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഖുതുബകൾ മുഖേന എനിക്ക് ബൈഅത്ത് ചെയ്യാനുള്ള താൽപര്യമുണ്ടായി. കേട്ടതിനു ശേഷം തൃപ്തി കൈവന്നു. ഇത് അള്ളാഹുവിന്റെ ജോലിയാണ്, അവന്റെ വാഗ്ദാനങ്ങളാണ്, അത് പൂർത്തിയായിക്കൊണ്ടിരിക്കും ഇൻഷാ അല്ലാഹ്. ഇതിൽ നമ്മുടെ അല്ലെങ്കിൽ ഏതെങ്കിലും മാനുഷികമായ പരിശ്രമത്തിന്റെ ശ്രേഷ്ഠതയല്ല. എന്നാൽ അള്ളാഹു പറയുന്നു, ഏറ്റവും നല്ല മുഅ്മിന്റെ അടയാളം ഇതാണ്, അയാൾ ദഅവത്തെ ഇലല്ലാഹ് ചെയ്യണം. അള്ളാഹു നമ്മെ ഈ പ്രവൃത്തിയിൽ ഭാഗവാക്കാകാൻ ആഗ്രഹിക്കുന്നു. ഏതൊരു പ്രവൃത്തിയാണോ അവൻ സ്വയം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് ചെയ്യും എന്ന് അവൻ തീരുമാനമെടുത്തു കഴിഞ്ഞിട്ടുള്ളതാണ്. നമ്മെ അള്ളാഹു പ്രതിഫലത്തിൽ പങ്കുചേർക്കാൻ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ഈ കാര്യത്തിന് ഓരോ അഹമ്മദിയും പ്രാധാന്യം നൽകേണ്ടതാണ്. ഏതൊരു പ്രവൃത്തിയാണോ അള്ളാഹു തന്റെ ഉത്തരവാദിത്വമായി ഏറ്റെടുത്തിരിക്കുന്നത്, അതിൽ ഭാഗമായിക്കൊണ്ട് പ്രതിഫലത്തിൽ ഭാഗവാക്കാവുക. അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നവരായി തീരുക. നിങ്ങൾ ഇവിടെ സ്പെയിനിൽ ഉള്ളവർ സമയം നൽകിക്കൊണ്ട് മാസത്തിൽ ചുരുങ്ങിയത് 1-2 ദിവസം തബ്ലീഗിനായി നൽകുക. ഇവിടുത്തെ ആളുകളുടെ ചിന്താഗതി അനുസരിച്ച് തബ്ലീഗിന്റെ വിവിധ മാർഗങ്ങൾ അന്വേഷിക്കുക. ഒരു നവാഹ്മദി സ്പാനിഷ് 2 ദിവസമായി എന്നെ കഴിഞ്ഞ ആഴ്ച കാണാനായി വന്നു, അല്ല ഈ ആഴ്ച വന്നു. ഏതുപോലെ നാം ഇസ്ലാമിന്റെ തബ്ലീഗ് ഇവിടെ ചെയ്യേണ്ടതുണ്ടോ, നാം പ്രകാരം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ജമാഅത്ത് ചെയ്യുന്നില്ല എന്നല്ല, അദ്ദേഹത്തിന്റെ ചിന്താഗതി അനുസരിച്ച് 1-2 മുറബിമാരൊഴിച്ച് മുറബിമാർ പോലും സ്പാനിഷ് ചിന്താഗതി അനുസരിച്ച് തബ്ലീഗ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എങ്ങനെ തബ്ലീഗ് ചെയ്യണം എന്ന കാര്യം അവർക്ക് അറിയില്ല. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ നിശ്ചയമായും യൂറോപ്പിൽ എണ്ണപ്പെടുന്നവരാണ്, എന്നാൽ ഞങ്ങളുടെ ചിന്താഗതി യൂറോപ്പിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. യൂറോപ്പിലെ ജനങ്ങളെപ്പോലെ ഈ കാലഘട്ടത്തിലെ അവസ്ഥകൾ കാരണം ഇസ്ലാമിനെക്കുറിച്ചും മുസ്ലിങ്ങളെക്കുറിച്ചും ഞങ്ങൾ ഭയചകിതരാണ്. ഇവിടുത്തെ ജനങ്ങൾ യൂറോപ്പിന്റെ സ്വാധീനമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ മുസ്ലിങ്ങൾ ഒരു ദീർഘകാലം സ്പെയിനിൽ താമസിച്ചതുകൊണ്ട് ഞങ്ങളുടെ ഉള്ളിൽ അറിയാൻ സാധിക്കാത്ത വിധത്തിൽ മുസ്ലിങ്ങളുമായുള്ള ബന്ധത്തിന്റെ വികാരവും ഉണ്ട്. അതിനെ ജ്വലിപ്പിക്കേണ്ടതിന്റെ ആവശ്യം ഉണ്ട്. പ്രത്യേകിച്ച് ചില പ്രദേശങ്ങളിൽ ഉന്തലിസ് സംസ്ഥാനം നമ്മുടെ തബ്ലീഗ് സെക്രട്ടറി, കേന്ദ്ര സെക്രട്ടറിയും
ജമാഅത്തുകളുടെ സെക്രട്ടറിമാരും അതുപോലെ മറ്റു ഭാരവാഹികളും അവസ്ഥകൾ അനുസരിച്ചുകൊണ്ട് ആസൂത്രണം നടത്തുക. അതോടൊപ്പം തന്നെ ഓരോ അഹമ്മദിയുടെയും ഖുദ്ദാം അൻസാർ ലജ്നയും തബ്ലീഗിനായി സമയം നൽകേണ്ടതാണ്. ഇവിടെ മുസ്ലിങ്ങളെ വാളിന്റെ ഫലം കൊണ്ട് ക്രിസ്ത്യാനികളാക്കി 700-800 വർഷങ്ങൾക്ക് മുമ്പ്. എന്നാൽ നാം സ്നേഹവും അനുകമ്പയും ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനങ്ങളിലൂടെ ഹൃദയത്തെ ജയിച്ചടക്കണം. ജമാഅത്തിന്റെ പരിചയം, ഇസ്ലാമിന്റെ പരിചയം ഇവിടെ ഇപ്പോൾ വിശാലമായ നിലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. TV ചാനൽ, പത്രങ്ങൾ ജമാഅത്തിനെ കുറിച്ച് എഴുതുന്നു. ഇത് മുഖേന ഒരു തബ്ലീഗും നടന്നുകൊണ്ടിരിക്കുന്നു. കുർത്തുബായിലെ ഒരു പത്രത്തിന്റെ എഡിറ്റർ അല്ലെങ്കിൽ അതിന്റെ ഉടമസ്ഥൻ എന്നെ കാണാനായി വന്നിരുന്നു. അദ്ദേഹം പത്രം കാണിച്ചു തന്നു. ഏതു വിധത്തിലാണ് ഞാൻ ജമാഅത്തിനെ കുറിച്ച് എഴുതുന്നത്, ഒരു മുഴുവൻ പേജും എഴുതിയതായി കാണിച്ചു തന്നു. ലണ്ടനിൽ നമ്മുടെ പീസ് സിംപോസിയം നടന്നപ്പോൾ അവിടെയും ഇവിടുത്തെ പത്രക്കാരും TV ചാനലിലെ പ്രതിനിധികളും വന്നിരുന്നു. TV ചാനലിന്റെ പ്രതിനിധികൾ എന്റെ ഇന്റർവ്യൂവും എടുത്തു. പിന്നീട് ഇവിടെ വന്ന് തന്റെ TV ചാനലിൽ ജമാഅത്തിനെ കുറിച്ച്, ജമാഅത്ത് ഇസ്ലാമിന്റെ സമാധാനപൂർണമായ അധ്യാപനം സമർപ്പിക്കുന്നത്, അതിനെക്കുറിച്ച് ഒരു പരിപാടി കാണിക്കുകയും ചെയ്തു. എന്റെ ഇന്റർവ്യൂവിന്റെ ഒരു ഭാഗവും അതിൽ കാണിച്ചിരുന്നു. ഇപ്പോൾ സ്പെയിനിന്റെ അവസ്ഥ അതല്ല, ഏതൊന്നാണോ ഇന്നേക്ക് 35-40 വർഷം മുമ്പ് ഉണ്ടായിരുന്നത്. ഇന്ന് അഥവാ സന്ദേശം എത്തിക്കുന്ന കാര്യത്തിൽ കുറവുണ്ടെങ്കിൽ അത് നമ്മുടെ ഭാഗത്തു നിന്നാണ്. പിന്നീട് ഇവിടെ വിവിധ നഗരങ്ങളിൽ, മൊറോക്കോയിൽ നിന്നും മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്നും ആളുകൾ വന്ന് താമസിക്കുന്നുണ്ട്. അവരുടെ പ്രദേശങ്ങളിൽ അറബി സംസാരിക്കുന്നവർ മുഖേന തബ്ലീഗ് ചെയ്യാവുന്നതാണ്. അറബി സാഹിത്യം വിതരണം ചെയ്യാവുന്നതാണ്. സ്പാനിഷ് ഭാഷയിലുള്ള ലിറ്ററേച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അഹമ്മദിയത്തിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള സാഹിത്യത്തിന്റെ വിതരണത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ ഏതാനും വർഷമായി UK, ജർമ്മനിയിലെ ജാമിയയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളെ ഷാഹിദ് ഡിഗ്രി നേടി പ്രവർത്തന മൈതാനത്തേക്ക് പ്രവേശിക്കുന്നവരെ പ്രവർത്തന മണ്ഡലത്തിലേക്ക് അയക്കുന്നതിനു മുമ്പ് അവരെ ഇങ്ങോട്ട് അയക്കുന്നു. അവർ എല്ലാ നഗരങ്ങളിലും ഈ സാഹിത്യം വിതരണം ചെയ്യുന്നു. എന്റെ ചിന്തയനുസരിച്ച് 3 മില്യണിലധികം എണ്ണത്തിൽ ഇത് വിതരണം ചെയ്തു കാണണം. ഇവിടെ വരുന്ന പുതിയ മുറബിമാരുടെയും ജാമ്യയിലെ കുട്ടികളുടെയും പൊതുവിലുള്ള അഭിപ്രായം ഇതാണ്: സ്പെയിനിലെ ആളുകൾ കൂടുതൽ മെച്ചപ്പെട്ട നിലയിലാണ് ലിറ്ററേച്ചർ സ്വീകരിക്കുന്നത്. പൊതുവിൽ ആദരവും ബഹുമാനത്തോടും കൂടിയാണ് കാണുന്നത്, വായിക്കുകയും ചെയ്യുന്നു. വലിച്ചെറിയുന്നവർ വളരെ കുറച്ചുപേർ മാത്രമാണ്. പൊതുവിൽ നോക്കുന്നു, വായിക്കുന്നു, പിന്നീട് പോക്കറ്റിലിടുന്നു. അതുപോലെ തന്നെ ഇതുകൂടാതെയും നമ്മുടെ ഒരു സ്പാനിഷ് വനിതയുണ്ട്, അഹമ്മദിയായതാണ്, ലണ്ടനിലാണ് താമസിക്കുന്നത്. അവിടെ നമ്മുടെ സെക്രട്ടറി നൗമുബായിന്റെ ഭാര്യയാണ്. അവരുടെ കുടുംബവും മാതാപിതാക്കളും ഇവിടെയാണ്, ഇവിടെ വരാറുണ്ട്. അപ്പോൾ വിവിധ സ്കൂളുകളിൽ, യൂണിവേഴ്സിറ്റികളിൽ, കോളേജുകളിൽ പോയി തബ്ലീഗ് ചെയ്യുന്നു. അവർ അവസരം അന്വേഷിക്കുന്നു. ലണ്ടനിൽ നിന്ന് വന്ന് എങ്ങനെയാണ് ജമാഅത്തിനെ പരിചയപ്പെടുത്താൻ സാധിക്കുക, ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ താമസിക്കുന്നവർ, മുറബിമാർ, അവർക്കെന്തുകൊണ്ട് അത്തരം അവസരങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല? ഇവിടെ വസിക്കുന്ന അഹമ്മദികൾ, ഭാരവാഹികൾ, മുറബിമാർ ഇതിനെക്കുറിച്ച് സുദൃഢവും കെട്ടുറപ്പുള്ളതുമായ പ്രോഗ്രാം തയ്യാറാക്കേണ്ടതാണ്. നവ അഹമ്മദി സ്പാനിഷിനെ കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. അദ്ദേഹത്തോടും ഞാൻ ഇതാണ് പറഞ്ഞത്: താങ്കളുടെ ചിന്തയനുസരിച്ച് തബ്ലീഗിനുള്ള ഏറ്റവും മെച്ചപ്പെട്ട മാർഗം അത് എനിക്ക് എഴുതി അയക്കുക.
അദ്ദേഹത്തിന്റെ അഭിപ്രായം വരുമ്പോൾ അതും ഇവിടേക്ക് അയച്ചു തരുന്നതാണ്. അഥവാ അത് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നതാണ് എങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ പിന്നീട് അതനുസരിച്ച് പ്രവർത്തിക്കാവുന്നതാണ്. എന്നാൽ യഥാർത്ഥ കാര്യം ഇതാണ്: പരസ്പരമുള്ള സഹകരണത്തിന്റെ ആവശ്യമുണ്ട്. വ്യക്തിപരമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ജമാഅത്തിന്റെ പ്രയോജനത്തെ മുന്നിൽ വെക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. ഈ കാര്യം മനസ്സിലാക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. നാം അഹ്മദി ആയിക്കൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റേണ്ടതായിട്ടുണ്ട്. ഒരു പ്രത്യേകമായ ആവേശത്തോടും താൽപര്യത്തോടും ഹൃദയത്തോടും കൂടി നിറവേറ്റണം. കേവലം വർഷത്തിനു ശേഷം പുതിയ മുറബ്ബിമാർ ഇവിടെ ഒരു മാസത്തേക്ക് വന്ന് ലിറ്ററേച്ചർ വിതരണം ചെയ്യുന്നതുകൊണ്ട് ലക്ഷ്യം പൂർത്തിയാവുകയില്ല. ഞാൻ അവരെ അയക്കാൻ തുടങ്ങിയത് ഒന്ന്, നിങ്ങൾക്കൊരു സഹായമാകും. കാരണം ഇവിടെ ജമാഅത്ത് അംഗങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. മറ്റൊന്ന്, ഇതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിലും തബ്ലീഗിനുള്ള താൽപര്യമുണ്ടാകും. അല്ലെങ്കിൽ ചുരുങ്ങിയത് തബ്ലീഗ് ചെയ്യുന്നതിന് ഭാഷ അറിയാത്തതുകൊണ്ടുള്ള മറ മാറുന്നതായിരിക്കും. എല്ലാവരും തബ്ലീഗിന്റെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടും. ഇവിടെ വരുന്ന പുതിയ മുറബ്ബിമാരായ കുട്ടികൾ, അവർക്ക് ഭാഷ അറിയില്ല, എന്നിട്ടും എല്ലാ സ്ഥലങ്ങളിലും അവർ പോകുന്നു, തങ്ങളുടെ ഉദ്ദേശം പൂർത്തിയാക്കുന്നു. ഈ ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമുണ്ട്. അല്ലാഹു ദഅവത്തെ ഇലല്ലാഹയുടെ ജോലി അത് യഥാർത്ഥ മുഅ്മിനെ ഏൽപ്പിച്ചിരിക്കുന്നു. അതിനെ നമ്മളും പൂർത്തിയാക്കേണ്ടതുണ്ട്. ഒരു താൽപര്യവും ആവേശവും കൊണ്ട് ഇതിൽ ഭാഗവാക്കാകണം. ഈ ജോലിയിൽ ഏറ്റവും കൂടുതലായി ആദ്യത്തെ നിർബന്ധ കടമ മുറബ്ബിമാരുടേതാണ്. തബ്ലീഗിനുള്ള വിവിധ മാർഗങ്ങൾ അന്വേഷിക്കുക, ജമാഅത്ത് അംഗങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, ജമാഅത്ത് അംഗങ്ങളെ ഒപ്പം കൊണ്ടുപോവുക. സെക്രട്ടറി തബ്ലീഗ്, നാഷണൽ തബ്ലീഗ് സെക്രട്ടറി തബ്ലീഗിനെ കുറിച്ച് വളരെയധികം ആവേശം പ്രകടിപ്പിക്കാറുണ്ട്. അദ്ദേഹം തുറന്ന നിലയിൽ എന്നോട് പറഞ്ഞിട്ടില്ല, എന്നാൽ അദ്ദേഹത്തിന് ബജറ്റിന്റെയും പ്രശ്നം ഉണ്ട് എന്നാണ് തോന്നുന്നത്. ജമാഅത്ത് അംഗങ്ങളുടെ സഹകരണത്തിന്റെയും പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നു. ഇത് ജമാഅത്ത് അമീറിന്റെ ഉത്തരവാദിത്വമാണ്. അഥവാ ബജറ്റിന്റെ പ്രശ്നമാണ് എങ്കിൽ അതിനെ പരിഹരിക്കുക, എനിക്കെഴുതുക. മുമ്പും ചിലവുകൾ ഒരുപാട് മർക്കസാണ് പൂർത്തിയാക്കുന്നത്. സെക്രട്ടറി തബ്ലീഗും മുറബ്ബിമാരും ജമാഅത്ത് അംഗങ്ങളും. ഇതിനായി അമീർ ജമാഅത്തിന്റെയും ജോലിയാണ് പൂർണ്ണമായും സഹകരിക്കുക എന്നത്. ഈ ഒരു രീതിയാണ്. ഇതിലൂടെ നാം ഇസ്ലാമിന്റെ നഷ്ടപ്പെട്ട പ്രൗഢി രണ്ടാമതും സ്ഥാപിക്കാൻ സാധിക്കുന്നതാണ്. ഇതുതന്നെയാണ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിയോഗ ഉദ്ദേശ്യം. കാലഘട്ടത്തിന്റെ അവസ്ഥയുടെ ചിത്രം വരച്ചു കാണിച്ചുകൊണ്ട്, ഇസ്ലാമിന്റെ ഇന്നത്തെ അവസ്ഥയെ മുന്നിൽ വെച്ചുകൊണ്ട്, തന്റെ ഹൃദയത്തിന്റെ വേദനയെ പരാമർശിച്ചുകൊണ്ട്, ഇത് പറഞ്ഞു തന്നുകൊണ്ട്, ഇപ്പോൾ അല്ലാഹു ആഗ്രഹിക്കുന്നു ഇസ്ലാമിന്റെ മഹത്വവും പ്രൗഢിയും രണ്ടാമതും സ്ഥാപിതമാകണം. ഇസ്ലാമിന്റെ ശ്രേഷ്ഠത ലോകത്ത് രണ്ടാമതും സ്ഥാപിതമാകണം. ഇസ്ലാമിന്റെ എതിരാളികളുടെ പദ്ധതികൾ അല്ലാഹു നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അത് നശിപ്പിക്കുന്നതാണ്. ഇതിനായി അല്ലാഹു അങ്ങയെ അയക്കുകയും ജമാഅത്ത് സ്ഥാപിക്കുകയും അതിനുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്തിരിക്കുന്നു. അല്ലാഹു ഇപ്പോൾ ഈ ജമാഅത്തിന്റെ മഹത്വം കാണിക്കുകയാണ്. ഒരു സ്ഥലത്ത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഈ കാലഘട്ടം എത്രമാത്രം അനുഗ്രഹീതമായ കാലഘട്ടമാണ്. അല്ലാഹു ഈ പ്രശ്നസങ്കീർണമായ ദിനങ്ങളിൽ കേവലം തന്റെ ഫളില് കൊണ്ട് മാത്രം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തിന്റെ പ്രകടനത്തിനായി ഈ അനുഗ്രഹീത ഉദ്ദേശം മുന്നിൽ വെച്ചു. അദൃശ്യത്തിൽ നിന്ന് ഇസ്ലാമിനെ സഹായിക്കാനുള്ള സംവിധാനം ഒരുക്കി. ഒരു ജമാഅത്തിനെ സ്ഥാപിച്ചു. ഞാൻ അവരോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ആർക്കാണോ തങ്ങളുടെ ഹൃദയത്തിൽ ഇസ്ലാമിനായി ഒരു വേദനയുള്ളത്, അതിന്റെ ബഹുമാനവും സ്ഥാനവും അവരുടെ ഹൃദയങ്ങളിലുള്ളത്, അവർ എനിക്ക് പറഞ്ഞു തരട്ടെ. ഏതെങ്കിലും ഒരു കാലഘട്ടം ഈ കാലഘട്ടത്തെക്കാൾ ഇസ്ലാമിന് മേൽ കടന്നുപോയിട്ടുണ്ടോ? ഏതൊന്നിലാണോ ഇത്രമാത്രം ചീത്തവിളിയും അസഭ്യവർഷവും അപമാനിക്കലും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാണിച്ചിട്ടുള്ളത്?
വിശുദ്ധ ഖുർആനെ ഇത്രയധികം നിന്ദിച്ചിട്ടുള്ളത്. എന്നാൽ എനിക്ക് മുസ്ലിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് അങ്ങേയറ്റം ഖേദവും ഹൃദയത്തിൽ നിന്ന് ദുഃഖവും തോന്നുന്നു. ചില സമയത്ത് ഞാൻ ഈ വേദന കൊണ്ട് അസ്വസ്ഥനാകുന്നു. അവരിൽ ഇത്രമാത്രം ചിന്താശേഷിയും അവശേഷിച്ചിട്ടില്ലേ? അതായത് ഈ അപമാനിക്കലിനെ തിരിച്ചറിയാൻ പോലും അവർക്ക് സാധിക്കുന്നില്ലേ? റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ആദരവും അള്ളാഹുവിന് താല്പര്യമുണ്ടായിരുന്നില്ലേ? ഇത്രമാത്രം ചീത്തവിളിയും അസഭ്യവർഷം ഉണ്ടായിട്ടും അവൻ ഒരു വിധത്തിലുള്ള ആകാശീയ സംവിധാനം ഒരുക്കാതിരിക്കണമെങ്കിൽ ഈ ഇസ്ലാമിന്റെ എതിരാളികളുടെ വായടപ്പിച്ചുകൊണ്ട് റസൂൽ തിരുമേനിയുടെ മഹത്വം പരിശുദ്ധിയും ലോകത്ത് സ്ഥാപിക്കുന്നതിനു വേണ്ടി. എന്നാൽ സ്വയം അള്ളാഹും അവന്റെ മലക്കുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിന്ദിക്കലിന്റെ സമയത്ത് സ്വലാത്തിന്റെ പ്രകടനം എത്രമാത്രം അനിവാര്യമായിട്ടുള്ളതാണ്. അതിന്റെ പ്രകടനം അള്ളാഹു ഈ ജമാഅത്തിന്റെ രൂപത്തിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അതായത് അഹമ്മദിയ ജമാഅത്ത് സ്ഥാപിച്ചുകൊണ്ട് പറയുന്നു, എന്നെ അയച്ചിരിക്കുന്നു ഞാൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നഷ്ടപ്പെട്ട മഹത്വം വീണ്ടും സ്ഥാപിക്കുന്നതിനു വേണ്ടി, വിശുദ്ധ ഖുർആന്റെ സത്യത ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതിനു വേണ്ടി. ഈ എല്ലാ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ആരുടെ കണ്ണുകളാണോ മറയുള്ളത് അവർക്കത് കാണാൻ സാധ്യമല്ല. എന്നാൽ ഇപ്പോൾ ഈ ജമാഅത്ത് സൂര്യനെ പോലെ പ്രകാശിച്ചിരിക്കുന്നു. അതിന്റെ ആയത്തുകളും ദൃഷ്ടാന്തങ്ങളും ആളുകൾ ഇത്രമാത്രം സാക്ഷിയാണ്. അഥവാ അതിനെ ഒരു ഭാഗത്ത് ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ അതിന്റെ എണ്ണം ഇത്രമാത്രമായി തീരും. ഭൂമിയിൽ ഒരു ചക്രവർത്തിയുടെ പക്കലും അത്രമാത്രം സൈന്യം പോലും കാണില്ല. ഈ ജമാഅത്തിന്റെ സത്യതയ്ക്കുള്ള ഇത്രമാത്രം തെളിവുകളുണ്ട്. അതെല്ലാം തന്നെ വിവരിക്കുക എന്നത് എളുപ്പമല്ല. കാരണം ഇസ്ലാമിനെ ശക്തമായ നിലയിൽ അപമാനിച്ചു. അതുകൊണ്ട് അള്ളാഹു ഈ നിന്ദിക്കലനുസരിച്ചുകൊണ്ട് ഈ ജമാഅത്തിന്റെ മഹത്വവും കാണിച്ചു. നാം സാക്ഷിയാണ്. ഈ മഹത്വം അള്ളാഹു കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെയും പ്രസിന്റെയും ആളുകളുടെയും ശ്രദ്ധ ഉണ്ടായിട്ടുണ്ട്. ലോകത്തിലെ ചില രാജ്യങ്ങളിൽ ഇതിന്റെ തുറന്ന പ്രകടനവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നിശ്ചയമായും ഈ കാര്യത്തിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നതാകണം. എന്തൊന്നാണോ കുറവായിട്ടുള്ളത്, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അള്ളാഹു തന്റെ പ്രവർത്തനം സ്വയം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മെ അതിൽ പങ്കാളിയാക്കാൻ ആഗ്രഹിക്കുന്നു. അതിൽ പങ്കാളികളാവുക, പൂർണ്ണമായ നിലയിൽ പങ്കാളികളാവുക. വീണ്ടും മറ്റൊരു സ്ഥലത്ത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് ഈ കാര്യം പറഞ്ഞു തന്നുകൊണ്ട് ആയുസ് വർദ്ധിപ്പിക്കണമെങ്കിൽ തബ്ലീഗിന്റെ പ്രവർത്തനങ്ങളിൽ മുഴുകുക. പറയുന്നു, എല്ലാവരും തങ്ങളുടെ പ്രവർത്തനം കൊണ്ടും ഉദ്ദേശം കൊണ്ടും ഏതൊന്നിനു വേണ്ടിയാണോ അയാൾ വന്നിരിക്കുന്നത് അറിവുള്ളവരായിരിക്കണം എന്നില്ല. ചിലരുടെ പ്രവൃത്തി ഇത്രമാത്രമായിരിക്കും: നാൽക്കാലികളെ പോലെ ഭക്ഷണം കഴിക്കുക. അവർ മനസ്സിലാക്കുന്നു ഇത്രമാത്രം മാംസം കഴിക്കണം, ഇത്രമാത്രം വസ്ത്രം ധരിക്കണം. മറ്റൊരു കാര്യത്തെക്കുറിച്ചും അവർക്ക് യാതൊരു ചിന്തയും വിലയോ ഉണ്ടാവുകയില്ല. അത്തരം മനുഷ്യരെ പിടിക്കപ്പെടുമ്പോൾ ഒറ്റയടിക്ക് അവരുടെ അവസാനം സംഭവിക്കുന്നു. പറയുന്നു, എന്നാൽ ആരാണോ ദീനീ സേവനത്തിൽ മുഴുകിയിരിക്കുന്നത് അവരോട് മൃദുലത കാണിക്കുന്നു. ഏതുവരേക്കും അവർ ഈ പ്രവൃത്തിയിലും ജോലിയും പൂർത്തിയാക്കുന്നില്ലയോ? പറയുന്നു, മനുഷ്യൻ അഥവാ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതായത് തന്റെ ആയുസ് വർദ്ധിപ്പിക്കണം, ദീർഘായുസ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ അയാൾ സാധിക്കുന്നിടത്തോളം കേവലം ദീനിനു വേണ്ടി തന്റെ സമയം വഖഫ് ചെയ്യുക. ഇതോർത്തുകൊള്ളുക, അള്ളാഹുവിനെ വഞ്ചിക്കാൻ സാധ്യമല്ല. ആരാണോ അള്ളാഹുവിനെ വഞ്ചിക്കുന്നത് അവർ ഓർത്തുകൊള്ളട്ടെ, അവർ തങ്ങളുടെ ആത്മാവിനെയാണ് വഞ്ചിക്കുന്നത്. അതിന്റെ പരിണിത ഫലമായി അവർ നശിച്ചൊടുങ്ങുന്നു. പറയുന്നു, ആയുസ് വർദ്ധിപ്പിക്കാൻ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരൊറ്റ മൂല്യമില്ല. മനുഷ്യൻ ആത്മാർത്ഥതയോടും കൂറോടും കൂടി ഇസ്ലാമിന്റെ മഹത്വം സ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകുക, ദീനീ സേവനത്തിൽ മുഴുകുക. ഇന്ന് ഈ ഒറ്റമൂലി വളരെയധികം പ്രയോജനപ്രദമാണ്. കാരണം ദീനിന് അത്തരത്തിലുള്ള മുഖ്ലിസീങ്ങളായ സേവകരുടെ ആവശ്യമുണ്ട്. ഇതല്ല കാര്യമെങ്കിൽ ആയുസ്സിന് യാതൊരു ഉത്തരവാദിത്വവുമില്ല. അത് അങ്ങനെ തന്നെ കടന്നുപോകും. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തബ്ലീഗിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഏതൊരു ഉപദേശമാണോ ഹദ്റത്ത് അലി റളിയല്ലാഹു തആല അൻഹുവിന് നൽകിയത്, അത് നമുക്കും ഒരു സുവർണ ഉപദേശമാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസരത്തിൽ ഹദ്റത്ത് അലി റളിയല്ലാഹു തആല അൻഹുവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു,
അള്ളാഹുവാണ് സത്യം. നീ മുഖേന ഒരു മനുഷ്യൻ നേർമാർഗം പ്രാപിച്ചാൽ നിന്നെ സംബന്ധിച്ചിടത്തോളം ഉന്നതമായ ചുവന്ന ഒട്ടകങ്ങൾ നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമായിട്ടുള്ളതാണ്. ചുവന്ന ഒട്ടകങ്ങൾ ആ കാലഘട്ടത്തിൽ വലിയ വിലപിടിപ്പുള്ള ഒന്നായിട്ടാണ് മനസ്സിലാക്കിയിരുന്നത്. ചുവന്ന ഒട്ടകം കൈവശമുള്ളവർ വലിയ ധനികരായ വ്യക്തികളായിട്ടാണ് ഗണിക്കപ്പെട്ടിരുന്നത്. അവിടുന്ന് പറഞ്ഞു, ഈ ഭൗതിക ധനവും സമ്പത്തും ഇതിനെ വെച്ച് നോക്കുമ്പോൾ ഒരു പ്രാധാന്യവുമില്ലാത്തതാണ്. നിങ്ങൾ തബ്ലീഗ് ചെയ്യുക, ആരുടെയെങ്കിലും നേർമാർഗത്തിന് കാരണമായി തീരുക. നിശ്ചയമായും ഇവിടെ ഭൗതികത സമ്പാദിക്കുന്നതിന് വേണ്ടിയാണ് വന്നതെങ്കിൽ സമ്പാദിച്ചുകൊള്ളുക. എന്നാൽ കുറച്ചു സമയം തബ്ലീഗിനായി നൽകുകയും ചെയ്യുക. ഞാൻ മാസത്തിൽ 1-2 ദിവസം എന്നാണ് പറഞ്ഞത്. നിങ്ങൾ അതിൽ കൂടുതൽ നൽകേണ്ടതാണ്. അത് മുഖേന ഭൗതികതയും ലഭിക്കും, അള്ളാഹുവും തൃപ്തിപ്പെടും. ഏതുപോലെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞുവോ, തബ്ലീഗ് ചെയ്യുന്നതിലൂടെ തങ്ങളുടെ ദീനീപരമായ അറിവും വർദ്ധിക്കും. വീണ്ടും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണോ ഒരു നന്മയിലേക്കും നേർമാർഗത്തിലേക്കും വിളിക്കുന്നത് അയാൾക്ക് അത്ര തന്നെ പ്രതിഫലം ലഭിക്കും. എത്രത്തോളം പ്രതിഫലമാണോ അതനുസരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രതിഫലത്തിൽ ഒരു കുറവും ഉണ്ടാവുകയും ചെയ്യുകയില്ല. ഇതാണ് ആ ആയത്തിന്റെ വിശദീകരണം. ഏതൊന്നാണോ ഞാൻ തുടക്കത്തിൽ പാരായണം ചെയ്തിട്ടുള്ളത്, ഇതിനേക്കാൾ നല്ലവനായി മറ്റാരുണ്ടാരാണോ അള്ളാഹുലേക്ക് വിളിക്കുന്നതായിട്ടുള്ളത്. നന്മ ചെയ്യുന്നതിനുള്ള പ്രതിഫലവും ലഭിക്കുന്നു. ആർക്കാണോ സന്മാർഗം ലഭിക്കുന്നത് അയാൾക്കും പ്രതിഫലം ലഭിക്കുന്നു. ദഅവത്തെ ഇലല്ലാഹ് ചെയ്യുന്ന ആൾക്കും ഭൗതിക അനുഗ്രഹം ലഭിച്ചു, ആയുസ്സിന്റെ അനുഗ്രഹവും ഉണ്ടാകും, നന്മയുടെ പ്രതിഫലവും ലഭിക്കും. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ അവകാശിയായിത്തീരുന്നതിന് നാം ഇപ്പോൾ തബ്ലീഗിനും ലോകത്തിന്റെ മാർഗദർശനത്തിനും വേണ്ടി സമയം നൽകേണ്ട ആവശ്യമുണ്ട്. വീണ്ടും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മെ ഈ ഇസ്ലാമിന്റെ സുപ്രധാനമായ സേവനത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് പറയുന്നു, ഇപ്പോൾ സമയം കുറവാണ്, ഞാൻ കൂടെ കൂടെ ഈ ഉപദേശം നൽകുകയാണ്. ഒരു യുവാവും ഇപ്രകാരം ഉറച്ചു വിശ്വസിക്കരുത്. 18-19 വയസ്സാണ് പ്രായം, ഇനിയും ഒരുപാട് ഉണ്ട്. ആരോഗ്യവാൻ തന്റെ ആരോഗ്യത്തിൽ അഹങ്കരിക്കരുത്. അതുപോലെ തന്നെ നല്ല അവസ്ഥയിലുള്ള ഒരു വ്യക്തിയും തന്റെ പ്രൗഢിയിൽ ദൃഢവിശ്വാസം കൈക്കൊള്ളരുത്. കാലഘട്ടം ഒരു വിപ്ലവത്തിലാണ്. ഇത് അവസാനത്തെ കാലഘട്ടമാണ്. പറയുന്നു, അള്ളാഹു സത്യവാൻമാരെയും വ്യാജവാദികളെയും പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ആത്മാർത്ഥതയും കൂറും കാണിക്കേണ്ട സമയമാണ്. അവസാന സമയം നൽകിയിരിക്കുകയാണ്. ഈ സമയം വീണ്ടും കൈവരുന്നതല്ല. ഈ സമയമാണ് എല്ലാ പ്രവാചകന്മാരുടെയും പ്രവചനങ്ങൾ ഇവിടെ വന്ന് അവസാനിക്കുന്നു. അതുകൊണ്ട് ആത്മാർത്ഥതയുടെയും കൂറിന്റെയും അവസാനത്തെ അവസരമാണ്. അത് ഒന്ന് മനുഷ്യ സമൂഹത്തിന് നൽകിയിരിക്കുന്നതാണ്. ഇനി ഇതിനു ശേഷം മറ്റൊരു അവസരവും ലഭിക്കുകയില്ല. ഈ അവസരം കളഞ്ഞുകുളിക്കുന്ന വ്യക്തി വളരെയധികം നിർഭാഗ്യവാനാണ്. പറയുന്നു, കേവലം നാവ് കൊണ്ട് ബൈഅത്ത് ഏറ്റു പറയുന്നതൊരു കാര്യവുമില്ല, മറിച്ച് പരിശ്രമിക്കുകയും അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യുക, അവൻ നിങ്ങളെ സത്യവാനാക്കി തീർക്കുന്നതിനു വേണ്ടി. ഇതിൽ അലസതയും മടിയും കാണിക്കരുത്, മറിച്ച് കർമ്മനിരതരാവുക. ഞാൻ സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന അധ്യാപനങ്ങളിൽ അതനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ സമർപ്പിച്ചിരിക്കുന്ന ആ മാർഗത്തിലൂടെ ചരിക്കുക. ഇതുപോലെ ഞാൻ കഴിഞ്ഞ ഖുത്ബയിലും പറഞ്ഞിരുന്നു. കഷ്തി നൂഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചിരുന്നു. കിഷ്തി നൂഹിൽ നമ്മുടെ അധ്യാപനങ്ങൾ എന്ന ഭാഗം അത് നിർബന്ധമായും ഓരോ അഹമ്മദിയും വായിച്ചിരിക്കേണ്ടതാണ്. എന്നല്ല അവിടുന്ന് പറഞ്ഞത് കഷ്തി നൂഹ് പൂർണ്ണമായും വായിക്കണം എന്നാണ്. ദഅവത്തെ ഇലല്ലാഹയുടെ തൗഫീക്ക് നമുക്ക് ലഭിക്കുന്നത് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള തൗഫീക്ക് ലഭിക്കുന്നത് ഇതിലേക്കും ഈ ഉപദേശങ്ങൾ നമുക്ക് മാർഗദർശനം നൽകുന്നതാണ്. നമ്മുടെ അധ്യാപനങ്ങൾ എന്ന ഭാഗം, ഈ അധ്യാപനം തന്നെയാണ് നമ്മെ ഏറ്റവും നല്ല മുഅ്മിൻ ആക്കി മാറ്റുക. സൽക്കർമ്മങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, പൊതുവിൽ പൊതുദൃഷ്ടിയിൽ ഇപ്രകാരം കാണുന്നു, ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നവരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും നാവുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നു.
പ്രത്യക്ഷത്തിൽ നമസ്കരിക്കുകയും നോമ്പെടുക്കുകയും ചെയ്യുന്നു. എന്നാൽ യഥാർത്ഥ കാര്യം ഇതാണ്: ആത്മീയത പൂർണ്ണമായ നിലയിൽ ഇല്ല. മറുഭാഗത്ത് ഈ സൽക്കർമ്മങ്ങൾക്ക് എതിരുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് തന്നെ സാക്ഷ്യം പറയുന്നത് ആ കർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾ എന്ന നിലയിലല്ല അനുഷ്ഠിക്കുന്നത് എന്നാണ്. അള്ളാഹുവിന്റെ കൽപ്പന അതിന് എതിരിലാണ് എല്ലാ പ്രവർത്തനങ്ങളും. ഈ കാര്യം തെളിയിക്കുന്നു മുസ്ലിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് സൽക്കർമ്മങ്ങളല്ല. ഇനി അഥവാ ചില നന്മകൾ ചെയ്യുന്നുണ്ട് എങ്കിൽ തന്നെ പറയുന്നു അത് കേവലം ആചാരം ശീലം എന്ന നിലയിലാണ് ചെയ്യുന്നത്. കാരണം അതിൽ ആത്മാർത്ഥതയുടെയും ആത്മീയതയുടെയും വെളിച്ചം പോലുമില്ല. അതല്ല എങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് ഈ സൽക്കർമ്മങ്ങളുടെ അനുഗ്രഹങ്ങളും പ്രകാശവും കൂടെ ഉണ്ടാകാതെ പോകുന്നത്? നല്ലവണ്ണം ഓർത്തുകൊള്ളുക, ഏതുവരെ സത്യഹൃദയത്തോടും ആത്മീയതയോടും കൂടി കർമ്മങ്ങളില്ലയോ അതുവരെ ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല. ഈ കർമ്മങ്ങൾ പ്രയോജനം ചെയ്യുകയില്ല. സൽക്കർമ്മങ്ങൾ അപ്പോഴാണ് സൽക്കർമ്മങ്ങൾ എന്ന് പറയപ്പെടുക എപ്പോഴാണോ അതിൽ ഒരുവിധത്തിലുള്ള കുഴപ്പവും ഉണ്ടാകാതിരിക്കുന്നത്. സുൽഹിന്റെ വിപരീതമാണ് ഫസാദ്. സാലിഹായാളാണ് ആരാണോ ഫസാദിൽ നിന്ന് തികച്ചും മുക്തനും മാറി നിൽക്കുന്നവനുമായിട്ടുള്ളത്. അവരുടെ നമസ്കാരത്തിലാണോ ഫസാദ് ഉള്ളത്, ശരീരേച്ഛയുടെ ലക്ഷ്യങ്ങൾ മറഞ്ഞിരിക്കുന്നത്, അവരുടെ നമസ്കാരങ്ങൾ അള്ളാഹുവിനു വേണ്ടിയുള്ളതല്ല. അത് ഭൂമിയിൽ നിന്ന് ഒരു ചാൺ പോലും മുകളിലേക്ക് പോകുന്നില്ല. കാരണം അതിൽ ഇഖ്ലാസിന്റെ ആത്മാവില്ല. അത് ആത്മീയതയാൽ ശൂന്യമാക്കപ്പെട്ടതാണ്. സൽക്കർമ്മത്തിന്റെ യാഥാർത്ഥ്യം എന്താണ്? ഇത് വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഓർത്തുകൊള്ളുക, അള്ളാഹു ആത്മാവിലും ആത്മീയതയിലുമാണ് ദൃഷ്ടി പതിപ്പിക്കുന്നത്. അവൻ പ്രത്യക്ഷമായ കർമ്മങ്ങളിൽ ദൃഷ്ടി പതിപ്പിക്കുന്നില്ല. അവൻ അതിന്റെ യാഥാർത്ഥ്യവും ആന്തരികമായ അവസ്ഥയും നോക്കുന്നു. അവരുടെ കർമ്മങ്ങളുടെ അടിത്തട്ടിൽ സ്വാർത്ഥതയും ഭൗതികതയും ഉണ്ടോ, അതോ അള്ളാഹുവിനോടുള്ള സത്യസന്ധമായ അനുസരണവും ഇഖ്ലാസുമാണോ ഉള്ളത്? എന്നാൽ മനുഷ്യൻ ചില സമയത്ത് പ്രത്യക്ഷമായ കർമ്മങ്ങൾ കണ്ട് വഞ്ചനയിൽ അകപ്പെടുന്നു. ആരുടെ കൈകളിലാണോ തസ്ബീഹ് ഉള്ളത്, അല്ലെങ്കിൽ തഹജ്ജുദും ഇഷ്റാഖും നമസ്കരിക്കുന്നത്, പ്രത്യക്ഷത്തിൽ സദ്വൃത്തരുടെയും നല്ല ആളുകളുടെയും പ്രവൃത്തി ചെയ്യുന്നത് അവരെ നല്ലവരായി മനസ്സിലാക്കുന്നു. ഒരു മനുഷ്യൻ പൊതുവിൽ ആരുടെ കൈകളിലാണോ തസ്ബീഹ് ഉള്ളത് അയാളെ മറ്റുള്ളവർ വലിയ നല്ല ആളായിട്ടാണ് കരുതുന്നത്. എന്നാൽ അള്ളാഹുവിന് പുറംതൊലി ഇഷ്ടമില്ല. പ്രത്യക്ഷമായ കാര്യങ്ങൾ അള്ളാഹുവിന് ഇഷ്ടമല്ല. ഇത് തൊലിയും പുറന്തോടുമാണ്. അള്ളാഹു ഇതിനെ ഇഷ്ടപ്പെടുന്നില്ല, ഒരിക്കലും തൃപ്തിപ്പെടുകയുമില്ല, ഏതുവരെ ആത്മാർത്ഥതയും സത്യസന്ധതയും ഇല്ലയോ. പ്രത്യക്ഷമായ വെട്ടിത്തിളക്കം, ഒരു വസ്തുവിന്റെ പ്രത്യക്ഷമായ അവസ്ഥ, ഒരു കല്ലിന്റെ പുറന്തോട്, ഇതൊന്നും അള്ളാഹുവിന് ഇഷ്ടമല്ല. ഇതിലൊന്നും അവൻ തൃപ്തിപ്പെടുകയില്ല. പറയുന്നു, ഏതുവരെ ആത്മാർത്ഥതയും സത്യസന്ധതയും ഇല്ലയോ. ആത്മാർത്ഥതയില്ലാത്ത വ്യക്തി പട്ടിയെ പോലെയാണ്. മൃതമായ ലോകത്തിന് മേൽ വീണുകിടക്കുകയായിരിക്കും. അയാൾ പ്രത്യക്ഷത്തിൽ നല്ല ആളായിട്ട് ആയിരിക്കും തോന്നുക. എന്നാൽ നികൃഷ്ട കർമ്മങ്ങൾ അവനിൽ കാണാൻ സാധിക്കും. തെറ്റായ പ്രവൃത്തികൾ ചെയ്യുന്നവരായിരിക്കും. മറഞ്ഞിരിക്കുന്ന ദുർമാർഗം അവനിൽ കാണാൻ സാധിക്കും. ഏതൊരു നമസ്കാരമാണോ കാണിച്ചു കൂട്ടൽ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്, ആ നമസ്കാരം എന്ത് ഫലം ചെയ്യാനാണ്? അതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാകാനാണ്? അത്തരത്തിലുള്ള കാണിച്ചൽ കൂട്ടൽ കൊണ്ടുള്ള കർമ്മങ്ങൾ അത് മനുഷ്യന് പ്രയോജനം ചെയ്യുകയില്ല. അത്തരം കർമ്മങ്ങൾ അത് ഒരു നിമിഷവും അള്ളാഹുവിനോടുള്ള ഭയവും അവന്റെ പ്രീതിയും കരസ്ഥമാക്കാൻ വേണ്ടിയുള്ളതല്ല. അതിനൊരു പ്രതിഫലവും ഉണ്ടാവുകയില്ല. അങ്ങനെ അവരുടെ ദഅവത്തേയിലെല്ലാവർക്കും ഒരു ഫലവും ഉണ്ടാവുകയില്ല, മെച്ചപ്പെട്ടതാവുകയുമില്ല. അവരെത്ര തന്നെ പരിശ്രമം നടത്തിയാലും ശരി. ഈ കാര്യങ്ങൾ നാം ഏതുപോലെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാം പറഞ്ഞുവോ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. വീണ്ടും സൽക്കർമ്മങ്ങൾ കൂടുതലായി അന്വേഷിക്കേണ്ടതിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് പറയുന്നു, ഏതൊരാളാണോ ഈമാനെ നിലനിർത്താൻ ആഗ്രഹിക്കുന്നത് അയാൾ സൽക്കർമ്മങ്ങളിൽ പുരോഗതി കൈവരിക്കട്ടെ. ഇത് ആത്മീയതയുടെ കാര്യമാണ്. കർമ്മത്തിന്റെ സ്വാധീനം വിശ്വാസത്തിൽ ഉണ്ടാകും. അഥവാ സുദൃഢമായ ഈമാൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ സൽക്കർമ്മം അനുഷ്ഠിക്കണം എന്നത് നിർബന്ധമാണ്. ആരാണോ ദുർമാർഗം അവലംബിച്ചിരിക്കുന്നത്
അവരെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവസാനം മനസ്സിലാക്കാൻ സാധിക്കും അവർക്ക് അള്ളാഹുൽ വിശ്വാസമില്ല എന്ന്. ഹദീസ് ഷരീഫിൽ അതുകൊണ്ടാണ് വന്നിരിക്കുന്നത്, മോഷ്ടാവ് മോഷണം നടത്തുമ്പോൾ അയാൾ വിശ്വാസിയായിരിക്കുകയില്ല, അതുപോലെ തന്നെ വ്യഭിചാരി വ്യഭിചരിക്കുമ്പോൾ അയാൾ വിശ്വാസിയായിരിക്കില്ല. അതിന്റെ അർത്ഥം ഇതാണ്, അയാളുടെ ദുഷ്കർമ്മങ്ങൾ അയാളുടെ സത്യവും ശരിയുമായ വിശ്വാസത്തിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് അതിനെ പാഴാക്കി കളഞ്ഞു. നമ്മുടെ ജമാഅത്ത് വളരെയധികം സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. അഥവാ അവരുടെ അവസ്ഥയും മറ്റുള്ളവരെ പോലെയാണെങ്കിൽ പിന്നെ വ്യതിരിക്തത എന്താണ്? അള്ളാഹുവിന് അവരെ വിലവെക്കേണ്ടതിന്റെയും മാറ്റി നിർത്തേണ്ടതിന്റെയും ആവശ്യം തന്നെ എന്താണ്? അള്ളാഹു അപ്പോഴാണ് വില വെക്കുക, എപ്പോഴാണ് തഖ്വയും പരിശുദ്ധിയും കൊണ്ട് എല്ലാം അവനെ സന്തോഷിപ്പിക്കുന്നത്. ഓർത്തുകൊള്ളുക, അവന് ആരുമായും ഒരു കുടുംബ ബന്ധവുമില്ല. അതായത് അള്ളാഹുവിന് ആരുമായും ഒരു കുടുംബ ബന്ധവുമില്ല. കേവലം സംസാരം കൊണ്ടും വാദങ്ങൾ കൊണ്ടും ഒരു കാര്യവുമില്ല. നിരർത്ഥകമായ വാദങ്ങൾ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഏതുവരെ ആത്മാർത്ഥതയില്ലയോ? പറയുന്നു, യഥാർത്ഥ അനുസരണം ഒരു മരണമാണ്. ആരാണോ അത് അനുഷ്ഠിക്കാത്തത് അയാൾ അള്ളാഹുമായി ചൂത് കളിക്കുകയാണ്. കാര്യസാധന സമയത്ത് അള്ളാഹുവിൽ അയാൾ സന്തോഷിക്കുന്നു, എന്നാൽ കാര്യമില്ലാത്ത സമയത്തിൽ അനിഷ്ടം കാണിക്കുന്നു. വിശ്വാസിയുടെ രീതി ഇതായിരിക്കരുത്. അല്പം ശ്രദ്ധിച്ചു നോക്കുക. അഥവാ അള്ളാഹു എല്ലാ സ്ഥലങ്ങളിലും വിജയം നൽകുകയും ഒരു പരാജയത്തിന്റെ രൂപവും മുന്നിൽ വരാതിരിക്കുകയും മുഴുലോകവും ഏകദൈവ വിശ്വാസിയാവുകയില്ലേ? ഒരു ദൈവത്തെ വിശ്വസിക്കുന്നവരായി മാറുകയില്ലേ? പിന്നീട് പ്രത്യേകത എന്താണ് ഉണ്ടാവുക? അതുകൊണ്ട് ആരാണോ പ്രയാസത്തിൽ സത്യസന്ധതയും കൂറും കാണിക്കുന്നത് അള്ളാഹു അയാളിൽ സന്തോഷിക്കും. സൽക്കർമ്മം അപ്പോഴായിരിക്കും സൽക്കർമ്മമാവുക എപ്പോഴാണോ അനുസരണം പൂർണ്ണമായി തീരുന്നത്, പരിപൂർണ അനുസരണത്തോടുകൂടി അനുഷ്ഠിക്കുന്നത്, അള്ളാഹുവിന്റെ പ്രീതി അനുസരിക്കുന്നതിനു വേണ്ടി കാണിക്കുന്നത്. എപ്പോഴാണോ ആഗ്രഹങ്ങളുടെ മതിലുകൾ പൂർണ്ണമായും തകർത്ത് കളയുന്നത്, കേവലം ഒരൊറ്റ ലക്ഷ്യം മാത്രമായി മാറുന്നത്. നാം നമ്മുടെ എല്ലാ കർമ്മങ്ങളിലും അള്ളാഹുവിന്റെ പ്രീതിക്ക് മുൻഗണന നൽകണം. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കണം, യഥാർത്ഥ രീതിയിൽ അനുസരിക്കണം. അതല്ലാതെ എവിടെയാണോ പ്രയോജനം ലഭിക്കുന്നത് അവിടെ അനുസരണത്തിന്റെ പ്രഖ്യാപനം നടത്തുക. എവിടെയാണോ ഇഷ്ടമനുസരിച്ച് പ്രവർത്തനമുണ്ടാകാത്തത് അവിടെ പരാതി പറയുക. എപ്പോഴും ഇതോർത്തുകൊള്ളുക, ജമാഅത്തിനോട് അനാവശ്യമായുള്ള വ്യവസ്ഥിതിയോടും അനാവശ്യമായിട്ടുള്ള പരാതി വ്യവസ്ഥിതിയിൽ നിന്ന് ദൂരപ്പെടുത്തുന്നു, ജമാഅത്തിൽ നിന്ന് ദൂരപ്പെടുത്തുന്നു, ഖിലാഫത്തിൽ നിന്ന് ദൂരപ്പെടുത്തുന്നു, പിന്നീട് അള്ളാഹുവിൽ നിന്നും വിദൂരപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ള പര്യവസാനമാണ് പലരുടേതും നമ്മൾ കണ്ടിട്ടുള്ളത്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നമ്മൾ വിജയിക്കാനുള്ള ആയുധം ഇസ്തിഗ്ഫാറും തൗബയും ദീനി അറിവ് നേടുകയും ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ മഹത്വത്തെ മുന്നിൽ വെക്കുക. 5 നേരത്തെ നമസ്കാരം അനുഷ്ഠിക്കുക. നമസ്കാരം ദുആ സ്വീകരിക്കാനുള്ള താക്കോലാണ്. നമസ്കരിക്കുമ്പോൾ അതിൽ ദുആ ചെയ്യുക, അശ്രദ്ധ കാണിക്കാതിരിക്കുക. എല്ലാ തിന്മയിൽ നിന്നും, അത് അള്ളാഹുവിന്റെ കടമകളുമായി ബന്ധപ്പെട്ടുള്ളതാകട്ടെ സൃഷ്ടികളോടുള്ള കടമകളുമായി ബന്ധപ്പെട്ടുള്ളതാകട്ടെ, രക്ഷപ്പെടുക. അള്ളാഹു നമുക്ക് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ തൗഫീക്ക് നൽകുകയും വിജയത്തിൽ ഭാഗവാക്കാവുകയും ചെയ്യട്ടെ. തൗബയും ഇസ്തിഗ്ഫാറും ചെയ്തുകൊണ്ട്, ദുആ ചെയ്തുകൊണ്ട് നാം തബ്ലീഗിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരായി തീരട്ടെ. അള്ളാഹുവിനോടുള്ള കടമകളും സൃഷ്ടികളോടുള്ള കടമകളും നിറവേറ്റുന്നവരായി തീരട്ടെ. ഈ കടമകൾ തന്നെയാണ് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുക. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അള്ളാഹുവിന്റെ പ്രീതി നമ്മുടെ മുന്നിലുണ്ടായിരിക്കട്ടെ. അള്ളാഹുവിന്റെ പരിപൂർണ അനുസാരികളിൽപ്പെട്ടവരായി നാം മാറട്ടെ. ഈ കാര്യത്തിലേക്ക് നാം നമ്മുടെ ശ്രദ്ധ വെക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹു തആല അള്ളാഹുവിന്റെ വാഗ്ദാനം അനുസരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ വിജയത്തിന്റെ ദിവസവും നാം കാണുന്നവരായി മാറും. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلل فلا هادي له
ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر